أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുവഹ്ഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെയും ഒരുപാട് പ്രത്യേകതയും പ്രാധാന്യവും കൽപ്പിച്ച ദിവസമാണ് ഇന്ന് നാം ഒരുമിച്ച് കൂടിയ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ഈ ദിവസത്തെ ബഹുമാനിക്കുകയും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അമല് ചെയ്യുകയും ഒരു മുസ്ലിമിന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നാൽ പല ആളുകളും ആ മഹത്തായ ദിവസത്തെ മറ്റു ദിവസങ്ങളെ പോലെ യാതൊരു പ്രത്യേകതയും പ്രാധാന്യവും നൽകാതെ കാണാറുണ്ട്. ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി പറയാനുള്ള കാരണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫضലുകളുള്ള ശ്രേഷ്ഠതയുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ. നമ്മൾ ഓരോ വെള്ളിയാഴ്ച ദിവസവും ഇങ്ങനെ കടന്നു വരുമ്പോ നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. പലരും മറ്റുള്ള ദിവസങ്ങളെ പോലെ, ഒരു സാധാ ദിവസത്തെ പോലെയാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെയും കാണാറുള്ളത്. പക്ഷെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, അതിന്റെ പ്രാധാന്യം നാം ഉൾക്കൊള്ളുമ്പോഴാണ് പ്രവാചകൻ ഈ ദിവസത്തിന് എത്ര പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ അഫ്ളലായ ദിവസം
അത് വെള്ളിയാഴ്ച ദിവസമാണ്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അതിന് പ്രാധാന്യം നൽകുന്നില്ല? നമ്മൾ ജുമുഅ ദിവസം പള്ളിയിലേക്ക് വരുന്നു, ഖുത്ബ കേൾക്കുന്നു, പിരിഞ്ഞു പോകുന്നു, മറ്റുള്ള ജോലികളിലും ഏർപ്പാടുകളിലും നമ്മൾ മുഴുകുന്നു. പക്ഷേ അതിനേക്കാൾ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ ദിവസം. മറ്റൊരു ഹദീസിൽ കാണാം, മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഫീഇ ഖുലിഖ ആദം, മനുഷ്യരുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ചയാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചത് ഈ ദിവസമാണ്. അതുപോലെ തന്നെ വഫീഇ ഉദ്ഖിലൽ ജന്ന, ഈ ദിവസം തന്നെയാണ് ആദമിനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കടന്നത് ഈ ദിവസമാണ്. വഫീഇ ഉഖ്രിജ മിൻഹാ, ആ ദിവസം തന്നെയാണ് ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ചരിത്രം നമുക്കറിയാം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വലാ തഖൂമുസ് സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ആ വെള്ളിയാഴ്ച ദിവസത്തിലല്ലാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൽ ജുമുഅയാകുന്നു. വലാ തഖൂമുസ് സാഅതു ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ആ ദിവസത്തിലല്ലാതെ ഈ ലോകത്തിന്റെ അവസാനം ഉണ്ടാവുകയില്ല എന്നാര് പറഞ്ഞു? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. അന്ത്യദിനം സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അതുപോലെ തന്നെ കാനലിൽ യഹൂദി യൗമുസ് സബ്ത്, ജൂതന്മാർക്ക് അവരുടെ ആരാധനാ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. വകാനലിൻ നസ്വാറ യൗമുൽ അഹദ്, ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനാ ദിവസമായി നിശ്ചയിക്കപ്പെട്ടത് യൗമുൽ അഹദ് ആണ്, ഞായറാഴ്ച ദിവസമാണ്. ഫജാഅ അല്ലാഹു ബിനാ ഫഹദാന അല്ലാഹു യൗമുൽ ജുമുഅ, പക്ഷേ മുസ്ലിമീങ്ങൾക്ക് നമുക്ക് അല്ലാഹു ഇബാദത്തിന് വേണ്ടി സെലക്ട് ചെയ്ത ദിവസം, മറ്റുള്ള ദിവസങ്ങളിൽ ഇബാദത്ത് വേണ്ട എന്നല്ല, അത് വെള്ളിയാഴ്ച ദിവസമാണ്. അതിനെപ്പറ്റി വീണ്ടും പറയുന്നു, ഹുവ അഅ്ളമു യൗമിൻ ഇൻദല്ലാഹ് മിൻ യൗമുൽ അദ്ഹാ വ യൗമുൽ ഫിത്ർ. നമുക്ക് അനുവദിക്കപ്പെട്ട രണ്ട് ആഘോഷ ദിവസങ്ങളുണ്ട്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ആ ദിവസങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. മാത്രമല്ല സഹോദരങ്ങളെ, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ കഫാറത്തുൽ ലിമാ ബൈനഹുന്ന ഇല്ലൽ കബായിറ. 5 നേര നമസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള കാലം, അതിനിടയിലുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നതാണ്. ഇപ്പൊ നമ്മൾ സുബ്ഹി നമസ്കാരം ഇന്ന് നമസ്കരിച്ചു. ഈ ളുഹർ നമസ്കാരത്തിനിടയിൽ വൻ പാപങ്ങൾ അല്ലാത്ത ചെറിയ പാപങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്കത് പുറത്തു തരും. നമ്മൾ പറയാതെ ഒരാളെ തെറി വിളിച്ചു, മറ്റെന്തെങ്കിലും തിന്മ ചെയ്തു, ഈ ളുഹർ നമസ്കാരത്തിന്റെ ജുമുഅ നമസ്കാരത്തിനിടയിലുള്ള തെറ്റുകളൊക്കെ പുറത്തു തരും. ഇനി അസർ വരെ, അസർ നമസ്കാരം നമ്മൾ നിർവഹിച്ചാലോ അതിനിടയിലുള്ള 5 നേരത്തെ നമസ്കാരങ്ങൾ പാപം പൊറുക്കാൻ കാരണമാണ്. അതുപോലെ തന്നെ വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ. ഇപ്പൊ കഴിഞ്ഞ ജുമുഅയിൽ നമ്മൾ പങ്കെടുത്തു, ഈ ജുമുഅ വരെയുള്ള ദിവസം നമ്മൾ വീണ്ടും ജുമുഅയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. അതിനിടയിലുള്ള പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഇഖ്തസല യൗമുൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിച്ച് വൃത്തിയായി, വമസ്സ മിൻ ത്വയ്യിബ്, സുഗന്ധം പൂശി,
വലബിസ മിൻ അഹ്സന സിയാബിഹി, അവനുള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു. ثم خرج الى المسجد, പിന്നെ അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ثم انصت اذا خرج الامام فلم يتكلم حتى يفرغ من صلاته, ഇമാമിന്റെ ഖുത്ബ തുടങ്ങിയത് മുതൽ നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് വരെ അവൻ മൗനം പാലിച്ചാൽ കഫാറത്തുൽ ലിമാ ബൈനഹാ വബൈനൽ ജുമുഅത്തി അല്ലതി ഖബ്ലഹാ, ആ കഴിഞ്ഞ ജുമുഅക്കും ഈ ജുമുഅക്കും ഇടയിലുള്ള പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് പുറത്തു കൊടുക്കും. നോക്കൂ നിങ്ങൾ, നമ്മളങ്ങനെ വെള്ളിയാഴ്ച ദിവസങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട്, അറിയുന്ന ആളുകൾ ഉണ്ടാവും നമ്മിൽ, അറിയാത്തവരാണെങ്കിൽ ഇന്ന് പറയുന്ന പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ആഴ്ച നിങ്ങൾ ജുമുഅക്ക് വന്ന് നോക്കൂ. ആ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകതയുള്ള ദിവസമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ദിവസങ്ങളെ പോലെ സാധാ ദിവസമായിരിക്കും. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അഫ്ളലു സ്വലാത്തിൻ ഇൻദല്ലാഹ് സ്വലാത്തുൽ ഫജ്രി യൗമുൽ ജുമുഅത്തി ഫീ ജമാഅ, ഒരാഴ്ചയിൽ ഒരാൾ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും ഖൈറായ ഉത്തമമായ നമസ്കാരം എന്ന് പറയുന്നത് അത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബ്ഹി നമസ്കാരമാണ്. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം 5 നേരം നമുക്ക് നമസ്കാരമുണ്ട്, നിർബന്ധ നമസ്കാരങ്ങളുണ്ട്. 7, 5, 35, ആഴ്ചയിൽ 35 നമസ്കാരങ്ങൾ നമുക്ക് ഫർളാണ്. ആ 35 നമസ്കാരങ്ങളിൽ ഏറ്റവും ഖൈറായ അഫ്ളലായ നമസ്കാരം എന്ന് പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ സുബ്ഹി നമസ്കാരം നിർവഹിക്കലാണ്. അതെങ്ങനെ? വീട്ടിൽ നിന്ന് വുളു എടുത്ത് വീട്ടിൽ നമസ്കരിക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞത്. പള്ളിയിൽ ജമാഅത്തോടുകൂടി നമസ്കരിച്ച ആളുകൾ, അവർക്കേ പ്രതിഫലമുള്ളൂ. ആ നമസ്കാരമാണ് ഏറ്റവും നല്ല നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയ ആളുകളിൽ എത്ര പേര് ഇന്ന് നമ്മുടെ സുബ്ഹി ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും, അള്ളാന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ ഏറ്റവും നല്ല നമസ്കാരം എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞു. നേരെ മറിച്ച് ഹയ്യ അലസ് സ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വരുവിൻ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുവിൻ, അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരമെന്ന് പള്ളി മിനാരങ്ങളിലൂടെ മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോ, ആ വിജയത്തിലേക്ക് നമ്മൾ വിളിക്കുമ്പോ പുതപ്പിട്ട് കിടന്നുറങ്ങുന്ന ആളുകളാണ് നമ്മളെങ്കിൽ ഒരിക്കലും ഈ കൂട്ടരിൽ നമ്മൾ പെടുകയില്ല. ഏറ്റവും നല്ല നമസ്കാരം നമ്മൾ കിട്ടിയ ആളുകളാകുകയില്ല. അതുകൊണ്ട് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിക്കുന്നു, ഏറ്റവും ഒരാഴ്ചയിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഏറ്റവും നല്ല നമസ്കാരം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബ്ഹി നമസ്കാരമാണ്. മാത്രമല്ല വിശ്വാസികളെ, ആഴ്ചയിൽ എല്ലാ ദിവസവും നരകമങ്ങ് ആളിക്കത്തിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു, ഇല്ലാ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമൊഴികെ ഓരോ ദിവസവും നരകമങ്ങ് ആളിക്കത്തിക്കപ്പെടും. ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അത് ബാധകമല്ല. ഇന്നല്ലാഹ തആല ഫീ കുല്ലി യൗമിൽ ജുമുഅ 600,000 അതീഖും മിനന്നാർ, ഓരോ വെള്ളിയാഴ്ച ദിവസത്തിലും അല്ലാഹു 6 ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ആ പ്രാധാന്യം നമുക്കറിയോ? അത് നേരത്തെ ഞാൻ പറയാനുള്ള കാരണം, വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ മറ്റുള്ള 6 ദിവസങ്ങളെ പോലെ കാണാൻ നമുക്ക് കഴിയൂല. പക്ഷെ ഇന്ന് ഏകദേശം 100-80% ആളുകൾക്കും വെള്ളിയാഴ്ച സാധാ ദിവസത്തെ പോലെ. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഗൗരവം ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, അറഫയെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു, അല്ലാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാ. ഹാജിമാരങ്ങ് ആകാശത്തിലേക്ക് കൈയുയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിച്ചു, ആ ദിവസം
നമ്മളോട് നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു നരകമോചനം. എന്നാൽ ഓരോ ദിവസവും നരകം ആളിക്കത്തിക്കുമ്പോ വെള്ളിയാഴ്ച അത് ബാധകമല്ല. ആ ദിവസം അള്ളാഹു 6 ലക്ഷം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. അപ്പൊ വെറുതെ തള്ളിക്കളയാനുള്ള ദിവസമല്ല, നമ്മൾ പ്രാർത്ഥനയിലും ഇബാദത്തിലുമായി കഴിഞ്ഞുകൂടേണ്ട സമയങ്ങളാണ്. അതിന്റെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ കാണണം. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ യൗമിൽ ജുമുഅത്തി ലസാഅത്തുൻ, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി യസ്അലുഹു അല്ലാഹു ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. ഈ വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ പറഞ്ഞ ഒരു സമയത്തെങ്ങാനും അള്ളാഹുവിനോട് ഒരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹു നൽകാതിരിക്കില്ല. നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ചില സമയങ്ങൾ, മുന്നേ നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അള്ളാഹു ഉത്തരം നൽകുന്ന സമയങ്ങൾ. അത് വെള്ളിയാഴ്ച ദിവസമുണ്ട്. നമ്മുടെ പ്രാർത്ഥന സമയമായി ബന്ധപ്പെട്ട് വന്നാൽ, കണക്റ്റായി കഴിഞ്ഞാൽ അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പായി പറഞ്ഞ കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലൊരു സമയം ഇമാം മിമ്പറിലേക്ക് കയറിയത് മുതൽ നമസ്കാരം നിർവഹിക്കുന്നത് വരെ, കഴിയുന്നത് വരെയുള്ള സമയമുണ്ടല്ലോ, അതിനിടയിലുള്ള ഒരു ഗ്യാപ്പ്. അപ്പൊ നമുക്ക് നമസ്കാരത്തിൽ സുജൂദുകളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൂടെ? ആ നമസ്കാരം കഴിയുന്നത് വരെയുള്ള സമയം, ഇലാ അൻ തുഖ്ളി സ്വലാത്ത്, ഒരു അടിമ അള്ളാഹുവിനോടുള്ള ഏറ്റവും അടുത്ത മുനാജാത്ത് എന്ന് പറയുന്നത് സുജൂദ. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ആ നമസ്കാരത്തിനിടയിൽ സുജൂദുകൾ ലഭിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് പറയാൻ പറ്റും, ചോദിക്കാൻ പറ്റും. ആ വെള്ളിയാഴ്ച ദിവസം തന്നെ അഭിപ്രായമുള്ള രണ്ടാമത്തെ സമയം, ഇന്നഹാ ബഅദൽ അസ്രി ഇലാ ഗുറൂബി ശംസ്, അസ്ർ നമസ്കാര ശേഷം മുതൽ സൂര്യാസ്തമയം വരെ, ഗുറൂബു ശംസ് അതായത് മഗ്രിബ് വരെയുള്ള സമയം. നമ്മൾ ആ സമയത്തൊക്കെ അങ്ങനെ അലസമായിട്ട് നടക്കാറല്ലേ? പക്ഷേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന ഏറ്റവും നല്ല സമയമാണ് ഈ 2 സമയങ്ങൾ എന്ന് പറയുന്നത്. ചോദിച്ചാൽ ഇല്ല അഅതാഹുല്ലാഹ്, അല്ലാഹു നൽകാതിരിക്കൂല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനുമായി നാം കൂടുതൽ ബന്ധം സ്ഥാപിക്കേണ്ട ദിവസമാണ് ആഴ്ചയിലെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഖുർആനിന്റെ ഒരു പേജെങ്കിലും നമ്മൾ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കണം. പ്രത്യേകിച്ച് ജുമുഅ ദിവസത്തെ പറയാൻ കാരണം, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് എങ്ങാനും പാരായണം ചെയ്താൽ, അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ, 2 ജുമുഅകൾക്കിടയിൽ അല്ലാഹു അവന് പ്രകാശം പരത്തുന്നതാണ്, അവന്റെ റിസ്ഖ് വർദ്ധിപ്പിക്കുന്നതാണ്, അവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകുന്നതാണ്, അവന്റെ ജീവിതം പ്രകാശപൂരിതമായിരിക്കും. മാത്രമല്ല വഗുഫിറ ലഹു മാ ബൈനൽ ജുമുഅത്തൈൻ, 2 ജുമുഅകൾക്കിടയിലുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ ആ ഒരു പ്രത്യേകതയും വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്. നമ്മൾ എന്ന് ഖുർആൻ ഓതിയ ആളുകളാണ്. നമ്മൾ ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിന്റെ പേജ് ഒന്ന് എടുത്തു മറിച്ച് നോക്കാറുണ്ടോ? ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ടോ? അതിനർത്ഥം നമ്മൾ പഠിക്കാറുണ്ടോ? മുന്നേ പറഞ്ഞിരുന്ന ഒരു അറബി പ്രഭാഷകൻ തന്റെ ഖുതുബയിലൂടെ ചോദിക്കുന്നുണ്ട് തന്റെ മുന്നിലിരിക്കുന്ന ആളുകളോട്, നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, ഇതൊക്കെ നിങ്ങൾ എപ്പോഴാണ് അവസാനമായി ഉപയോഗിച്ചത്? അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മറുപടിയുണ്ട്. ഞാൻ അവസാനമായി ഉപയോഗിച്ചത് ഈ ഖുതുബക്ക് കയറുന്നതിന് മുമ്പ്, ഏകദേശം 10-20 മിനിറ്റ് മുമ്പ്, അതല്ലെങ്കിൽ ഇന്ന് രാവിലെ, അതല്ലെങ്കിൽ ഇന്നലെ ഒക്കെ ഉപയോഗിച്ചവരായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ. ഈ പള്ളിയിലോട്ട് കയറുന്നതിന് മുമ്പ്, ബാങ്ക് കൊടുക്കുന്നതിന്റെ കുറച്ച് മുന്നെങ്കിലും ചിലപ്പോൾ നമ്മൾ നോക്കിയ ആളുകൾ ഉണ്ടാവും. പക്ഷേ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ കലാമായ അനുഗ്രഹങ്ങളുടെ കലവറയായ വിശുദ്ധ ഖുർആൻ എപ്പോഴാണ് നിങ്ങൾ അവസാനമായി തൊട്ടത്? എപ്പോഴാണ് അവസാനമായി പാരായണം ചെയ്തത്?
അപ്പൊ മറുപടി എന്തായിരിക്കും? അതിലെന്ന് പാരായണം ചെയ്തവരുണ്ടാവൂട്ടോ, ഇന്നലെ ഉണ്ടാവും, എന്നും പാരായണം ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ചിലരുടെ മറുപടി എന്തായിരുന്നു? കഴിഞ്ഞ മാസം, കഴിഞ്ഞ വർഷം, കഴിഞ്ഞ റമദാനിന് ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ പാരായണം ചെയ്യുന്ന ആളുകളായിരിക്കണം. പ്രത്യേകിച്ച് ജുമഅ ദിവസം സൂറത്തുൽ കഹ്ഫ് നമ്മൾ പാരായണം ചെയ്താൽ ആ 2 ജുമഅകൾക്കിടയിൽ അല്ലാഹുവിനെ പ്രകാശം പരത്തും. വെറുതെ പ്രകാശം പരത്തുക എന്നുള്ളത് വെറുതെ പറഞ്ഞതല്ല, അത് ആലങ്കാരിക പ്രയോഗമാ. അവന്റെ ജീവിതത്തിലുള്ള പ്രയാസം അല്ലാഹു നികത്തി കൊടുത്തു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, റിസ്ഖിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അസുഖമുണ്ടെങ്കിൽ എല്ലാം അല്ലാഹു അവന്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി കൊടുക്കും. വിശുദ്ധ ഖുർആൻ നമ്മൾ കൂടുതൽ ഒരാഴ്ചയിൽ കൂടുതൽ ഓതേണ്ട ദിവസം ഈ അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകത കൽപ്പിച്ച യൗമുൽ ജുമഅയാണ്. മരണത്തിന് പോലും പ്രത്യേകതയുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമുൽ ജുമഅ ഔ ലൈലത്തിൽ ജുമഅ. ഇബ്നു ഉമർ പറയാ, വെള്ളിയാഴ്ച ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലാ വഖാഹു അല്ലാഹു മിൻ ഫിത്നത്തിൽ ഖബ്ർ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവനെ ഖബ്ർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താതിരിക്കുകയില്ല. വെള്ളിയാഴ്ചത്തെ മരണം ശുഭസൂചനയാണ്. ആ ദിവസത്തിന്റെ മരണത്തിന് പോലും പ്രത്യേകതയുണ്ടെന്ന് പഠിപ്പിക്കുമ്പോ ഒരിക്കലും മറ്റുള്ള ദിവസങ്ങളെ പോലെ ഈ ദിവസത്തെ നമ്മൾ കാണാൻ പാടില്ല. ഇല്ലാ വഖാഉ അല്ലാഹു ഫിത്നത്തിൽ ഖബ്ർ, അല്ലാഹു ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താതിരിക്കുകയില്ല. ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് ഈ ദിവസത്തിന്. അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ സാധാരണ ജുമഅക്ക് നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്, ഇദാ കാന യൗമുൽ ജുമഅ കുല്ലു ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ യക്തുബൂനൽ അവ്വൽ. വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ ഓരോ കവാടങ്ങളിലും മലായികത്തുകൾ ഉണ്ടാവും. ഫഇദാ ജലസൽ ഇമാമു തവവു അസ്സുഹഫ വജാഉ യസ്തമിഊന അദ്ദിക്ർ. ഖുതുബ തുടങ്ങുമ്പോൾ അവർ ഏട് കൂട്ടി വെക്കും, ഖുതുബ ശ്രവിക്കാൻ വേണ്ടി അവരിയ്ക്കും. അപ്പൊ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പള്ളിയിൽ വന്നവർ അന്നത്തെ ലിസ്റ്റിൽ ഉണ്ടാകും, ഇല്ലെങ്കിലോ അന്നത്തെ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അത് നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സഹോദരങ്ങൾ, നമ്മൾ മറ്റുള്ള ദിവസങ്ങളെ പോലെ ഏകദേശം ഒരു 100-80% ആളുകളും ഈ ദിവസത്തെ കാണുന്നത് കൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടു കൂടി പറയാനുള്ള കാരണം. നേരത്തെ പറഞ്ഞതിൽ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. ആഴ്ചയിലെ ഒരു ഏറ്റവും ഖൈറായ നമസ്കാരം അത് വെള്ളിയാഴ്ചത്തെ സുബ്ഹിന്റെ ജമാഅത്താണ്. ഒരാഴ്ചയിൽ നമ്മൾ 35 നമസ്കാരം നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഖൈർ ഇന്നത്തെ സുബ്ഹി ജമാഅത്താണ്. അപ്പൊ ഈ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ജുമഅ ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ ഇന്നത്തെ ജുമഅ ദിവസം പോലെ ആയിരിക്കില്ല അടുത്ത ദിവസം, വ്യത്യാസം ഉണ്ടാവും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മൾ എപ്പോഴും ഓരോ അമൽ അങ്ങനെ വെറുതെ ചെയ്യല്ല വേണ്ടത്. ആ ചെയ്യുന്ന അമലിന്റെ പ്രാധാന്യം നമുക്ക് അറിയുമായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അമൽ ചെയ്യുകയാണെങ്കിൽ അതിനൊന്നും കൂടെ പ്രത്യേകത ഉണ്ടാവും. അത് ചെയ്യാൻ ഒന്നും കൂടെ നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജുമഅയുടെ പ്രത്യേകതയും പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുക. റഹ്മാനായ റബ്ബ് ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് ശാശ്വതമല്ല. ഈ ദുനിയാവിലേക്ക് നമ്മൾ യാത്ര വന്ന ആളുകളാണ്. ഒരു നാൾ നമുക്കെല്ലാവർക്കും തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ മരണപ്പെടുന്ന, എല്ലാവരും മയ്യിത്ത് എന്ന നാമം നമ്മിൽ ചേർത്തപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ യഥാർത്ഥ ജീവിതം, പരലോക ജീവിതം ആരംഭിക്കുകയാണ്. അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്.
ഇതുവരെ നമ്മൾ ചെയ്ത, മരണം വരെ ചെയ്ത ഇബാദത്തുകൾക്ക് അനുസൃതമായിട്ടുള്ള പ്രതിഫലം നമുക്ക് ഖബർ ജീവിതം അങ്ങോട്ട് ആ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കും. തിന്മയാണെങ്കിൽ ശിക്ഷയും നന്മയാണെങ്കിൽ രക്ഷയും. എന്നാൽ സഹോദരങ്ങളെ, ആ മരണശേഷവും ഇന്നൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി അതുവരെ ചെയ്തത് മാത്രമല്ല, ശ്രദ്ധിക്കണം, അതിനുശേഷം അവന്റെ ജീവിതത്തിലേക്ക്, മരണപ്പെട്ട് കഴിഞ്ഞാൽ അമല് ചെയ്യാൻ പറ്റൂലല്ലോ, പക്ഷേ അവന്റെ ഖബർ ജീവിതത്തിലേക്ക്, പരലോക ജീവിതത്തിലേക്ക് അവന് സൽക്രമങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില അമലുകളെ കുറിച്ച് പ്രവാചകൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 7 കാര്യങ്ങൾ മരണത്തിന് ശേഷവും ഒരാൾക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിലൊന്ന് മൻ അല്ലമ ദീനൻ ഔ മൻ അല്ലമ ഇൽമൻ. ഒരാൾ മതപരമായിട്ടുള്ള അറിവ് മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ, നല്ലൊരു അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്താൽ അയാൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതിന്റെ പ്രതിഫലമൊക്കെ ഈ മനുഷ്യനും കിട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ ഇന്നൊരാളെ നമസ്കാരം പഠിപ്പിച്ചു, അദ്ദേഹം അന്ന് മുതൽ സ്ഥിരമായി നമസ്കരിക്കുന്നുണ്ട്. ആര് പറഞ്ഞു കൊടുത്തതാ? നമ്മൾ പറഞ്ഞു കൊടുത്തതാ. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും അദ്ദേഹം നമസ്കരിക്കുന്നതിലൂടെ ആ പ്രതിഫലം നമുക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ദഅവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരറിവ്, ഒരു ഉപദേശം നമ്മൾ ഒരാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹം മനസ്സിലാക്കി പ്രാവർത്തികമാക്കിയാൽ അത് നമ്മുടെ പരലോക വിജയത്തിന് കാരണമാകും. രണ്ടാമത്തത് ഔ ഹഫറ ബിഅറൻ ഔ ഖറ നഹറൻ. ഒരാൾ ഒരു കിണർ കുഴിച്ചു, അതല്ലെങ്കിൽ ഒരു പുഴ ഒഴുക്കി, അതിലൂടെ മരണശേഷവും പ്രതിഫലം വന്നുകൊണ്ടിരിക്കും. അതെങ്ങനെ? മരണപ്പെട്ട് കഴിഞ്ഞാലും അതിലെ വെള്ളം ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിക്കാനും മറ്റു ഉപയോഗത്തിനൊക്കെ അതങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അതിലൂടെ പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുമെന്ന് നമ്മോട് പറഞ്ഞു. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ അവിടെ എത്തിയ സമയത്ത് കുടിവെള്ളം കിട്ടാൻ മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് റൂമാ കിണർ ഒരു ജൂതന്റെ സ്വന്തമായിരുന്നു, ഒരു ജൂതന്റെ അധീനതയിൽപ്പെട്ടതായിരുന്നു. അതിൽ നിന്ന് വെള്ളം പണം കൊടുത്തിട്ടാണ് മുസ്ലിങ്ങൾ വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും റൂമാ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് സൗജന്യമായി നൽകാൻ കഴിയുമെങ്കിൽ അതവൻ ചെയ്യട്ടെ, അതിലൂടെ അവന് സ്വർഗം പ്രതിഫലമുണ്ട്. നമുക്കറിയാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കിണർ മുഴുവനായി വാങ്ങി മുസ്ലിങ്ങൾക്ക് സൗജന്യമായി വെള്ളം വിതരണം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അത് വഖഫ് ചെയ്തു. നോക്കൂ നിങ്ങൾ, അത് വാങ്ങിയത് മുതൽ എത്ര ആളുകളാണോ അതിൽ നിന്ന് വെള്ളം കുടിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മരണശേഷവും അങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുക. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഔ ഗറസ ഷജറൻ, ഒരു മരം നട്ടു. നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അതിൽ നിന്നുള്ള പഴങ്ങളൊക്കെ ഒരാൾ ഭക്ഷിച്ചാൽ, അതാർക്കെങ്കിലും തണലായി മാറിയാൽ അതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. നമ്മുടെയൊക്കെ മുൻഗാമികൾ ആരൊക്കെയോ നട്ടുപിടിപ്പിച്ച മരത്തിൽ നിന്ന് എത്ര പഴങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലക്കാരൊക്കെ പോയത് ഒന്നും വെറുതല്ല, അതൊക്കെ അത് ചെയ്ത ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔ തറക വലദുൻ സാലിഹുൻ യദ്ഉ ലഹു ബഅദ മൗതിഹി, സാലിഹായ ഒരു മകനെ, സാലിഹത്തായ മകളെ വിട്ടേച്ചു പോവുക. നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ മകൻ സാലിഹാണെങ്കിൽ, മകൾ സാലിഹത്താണെങ്കിൽ അവർ കാരണം നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു ഔ വറസ മുസ്ഹഫൻ, പള്ളിയിലേക്കൊക്കെ നമ്മൾ മുസ്ഹഫ് കൊടുക്കാറുണ്ട്, ആളുകൾക്കൊക്കെ ഹദിയായിട്ടും പള്ളിയിലേക്കൊക്കെ. ആ മുസ്ഹഫ് ഒരാൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ബഅദ മൗതിഹി, മരണത്തിന് ശേഷമാണെങ്കിലും. പിന്നെ പറഞ്ഞു ഔ ബന മസ്ജിദൻ, ഒരു പള്ളി അല്ലാഹുവിന് വേണ്ടി ഒരാൾ നിർമ്മിച്ചാൽ
ആ പള്ളി നിർമ്മാണത്തിന്റെ പ്രവർത്തനത്തിൽ അവൻ പങ്കെടുത്താൽ അവന് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും മരണത്തിന് ശേഷമാണെങ്കിലും എല്ലാം അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ബനാ മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹില്ലാഹ് ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ അള്ളാഹുവിന് ഭവനം നിർമ്മിച്ചു, പള്ളി നിർമ്മിച്ചു, അതുപോലത്തെ ഒരു ഭവനം അള്ളാഹു ആ മനുഷ്യന് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. സഗീറൻ ഔ കബീറ, വലുതാകട്ടെ ചെറുതാകട്ടെ. അപ്പൊ ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളായാൽ, അതിലേക്ക് നമ്മൾ എന്തെങ്കിലും സംഭാവന നൽകിയാൽ, അതുപോലത്തെ ഒരു ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കും. നമുക്ക് അതിന്റെ മഹത്വം എന്നറിയോ? ആ പള്ളിയിൽ ഓരോ ദിവസവും 5 നേരം നമസ്കാരത്തിന് വരുന്ന ആളുകൾ ഉദു എടുക്കുമ്പോ, അവിടെ നിന്ന് നമസ്കരിക്കുമ്പോ, റുകൂ ചെയ്യുമ്പോ, സുജൂദ് ചെയ്യുമ്പോ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോ, മറ്റു ഇബാദത്തുകളിൽ അവർ പങ്കെടുക്കുമ്പോ, ഇഅ്തികാഫ് ഇരിക്കുമ്പോ, അതുപോലെ തന്നെ ദീനി ക്ലാസുകൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ അതിന്റെ എല്ലാം പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാം. ഒരാൾ മരണപ്പെട്ടു, പള്ളിയിലേക്ക് അവന്റെ കഴിവനുസരിച്ച് നൽകിയ ആളാണെങ്കിൽ അവന് ആ പള്ളി എത്ര വർഷമാണോ നിലനിൽക്കുന്നത്, ആ പള്ളിയിൽ എത്ര ആളുകളാണോ ഇബാദത്ത് ചെയ്തത്, അതിന്റെ എല്ലാം ഒരു വിഹിതം ആ മനുഷ്യന് കിട്ടിക്കൊണ്ടിരിക്കും. അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. യാഹുല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറ, നിങ്ങൾക്കൊരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കും. തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക. സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളി മുകളിലേക്ക് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തിനാണ്? കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാൻ, അതിന് നമ്മൾ സൗകര്യമൊരുക്കുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പള്ളി വിപുലീകരിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അതിന് നിർമ്മാണ ഫണ്ടിലേക്ക് നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ നൽകണം. അത് നമ്മളാണ് നടത്തേണ്ടത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളി കാത്തു സൂക്ഷിക്കേണ്ടത്, അത് നടപ്പിലാക്കേണ്ടത് ആരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ല, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ. വഅഖാമസ് സ്വലാ വആതസ് സകാത്ത്, നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ, നിർവഹിക്കുന്നവർ, അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്ന ആളുകൾ. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ആളുകൾ. അവരാണ് എന്ത് ചെയ്യേണ്ടത്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികൾ സംരക്ഷിക്കേണ്ടത്. അപ്പൊ ഈ പള്ളി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്, മറ്റാർക്കുമല്ല. ഇപ്പൊ ഈ പള്ളി നിലവിൽ വരാൻ കാരണം ഒരുപാട് പേരുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ. സാമ്പത്തികമായി സഹായം ചെയ്തവർ, ശാരീരികമായി സഹായം ചെയ്തവർ, അതിന്റെയൊക്കെ തക്ക പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുകളിലേക്കുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ പറ്റി പറയുന്നത്, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീ അസ്മുഹു വസഅ ഫീ ഖറാബിഹാ, അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുകയും പള്ളിയുടെ തകർച്ചക്കായി ശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഒരു സ്ഥലത്ത് പള്ളി വരുമ്പോ അതിനാരും എതിർക്കാൻ പാടില്ല. അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഭവനമാണ് മസ്ജിദ്, സുജൂദ് ചെയ്യാനുള്ള സ്ഥലം. സജദ യസ്ജുദു മസ്ജിദ്, അള്ളാഹുവിന് സുജൂദ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് പള്ളി, അള്ളാഹുവിനെ ആരാധിക്കാൻ. അതിന് ആര് തടസ്സം നിൽക്കുന്നുവോ അവനാണ് ഏറ്റവും വലിയ ളാലിമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മരണശേഷവും നമുക്ക് ഖബറിലേക്ക്, അതുപോലെ തന്നെ
പരലോക ജീവിതത്തിലേക്ക് നാളെ നമുക്ക് രക്ഷപ്പെടണമെങ്കിലൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന 7 കാര്യങ്ങൾ പ്രവാചകൻ പരിചയപ്പെടുത്തിയതിൽ ഒന്നാണ് ഔബന മസ്ജിദൻ, പള്ളി നിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ പള്ളിയുടെ മുകളിലേക്കുള്ള പണി നമ്മൾ ആരംഭിക്കുകയാണ്. അതിലേക്ക് നമ്മളാൽ കഴിയുന്ന എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത്, നമ്മൾ എത്ര കൊടുക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും അവന് അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ട് നമുക്ക് എത്ര ജിഹാദ് ചെയ്യാൻ കഴിയും, ആ ജിഹാദിന് നമ്മൾ തയ്യാറാകുക. അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. ഈ പള്ളിയുടെ പണി ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള സൗഭാഗ്യം, തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്, അള്ളാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب